തുടക്കത്തിൽ കാണിക്കുന്നത് ബോഞ്ചിത്തേടി ആ വൃദ്ധനായ ആളുടെയും വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് ആ പോലീസ് ഓഫീസേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രക്ഷിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടീനെ. പോലീസുകാർ പറയാണ്, നിന്റെ നാട് ഇങ്ങനെ തന്നെയാണ്, ഇത് മാറാനൊന്നും പോണില്ല, മാറ്റാനും പറ്റില്ല എന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, എൻ്റെ നാട് മാറി തന്നെ ചെയ്യും, ഞാൻ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് ഞാനത് മാറ്റാൻ ശ്രമിക്കുക, എൻ്റെ കൺമുന്നിൽ ഒരു അനീതിയും ഒരാൾക്കെതിരെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവരോട് അവൻ പറയും. പിന്നെ ബോന്തിത്തയുടെ അമ്മേനെ കാണിക്കുന്നുണ്ട്. അമ്മ ഇരുന്ന് കരയാണ്, മോളെ ഞാൻ എന്ത് അമ്മയാണ്, എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നിന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ ഒക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നന്നായി വിഷമിച്ച് കരയുന്നുണ്ട്. പിന്നെയും അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് ആ പോലീസുകാരുടെ പോക്കറ്റിൽ നിന്ന് തോക്ക് എടുത്തിട്ട് അവർക്ക് നേരെ തന്നെ ചൂണ്ടുകയാണ്. എന്നിട്ട് ആ ടോക്കുമായിട്ട് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ ഓടുകയാണ്. കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ വയസ്സായ ആൾക്ക് ഒരു നെഞ്ചുവേദന വരുന്നുണ്ട്. ആളവിടെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഈ സമയത്താവും അവിടേക്ക് എത്തുക. എല്ലാവരും കൂടിയിട്ട് ആളിനെ എടുത്തിട്ട് ഒരു ഭാഗത്ത് കെടുത്തും. എന്നിട്ട് ഒരാൾ കൈയൊക്കെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും ആൾ മരിച്ചു എന്ന്. അപ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മാമ ചോദിക്കുന്നുണ്ട്, ഇതുവരെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വൃദ്ധൻ്റെ കൂടെ വന്ന ഒരു സ്ത്രീ ഉണ്ട്. ആൾ പറയും, കാരണമാണ് ഇയാൾ മരിച്ചത്, ഇവള് അപശകുനാണ്, ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തിരുന്ന ആൾ മരിച്ചു വീണെന്ന് ആ പെണ്ണിങ്ങനെ ഇരുന്ന് കരഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുൻഷി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എന്തിനാ തിരിച്ചു വന്നത്, തിരിച്ചു പൊക്കോ, ഇപ്പോൾ ആരെങ്കിലും അനിരുദ്ധിനെ കണ്ട എല്ലാവരും കൂടിയിട്ട് അവൻ്റെ മേലേക്ക് കുറ്റിടും, അനിരുദ്ധ് പോവില്ല, ആ കുട്ടിക്കെതിരെ അനീതിയാണ് ഇവിടെ നടക്കണമെന്ന് അവനിങ്ങനെ പറയുമ്പോൾ മുൻഷി പറയും, കാരണം സൗരഭിൻ്റെ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അനിരുദ്ധ് കാരണം ഇനിയിപ്പോൾ ആ കല്യാണം മുടങ്ങിപ്പോയാലോ എന്ന് മുൻഷി ഇങ്ങനെ അനിരുദ്ധിനോട് പറയും. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് മേടിച്ചിട്ട് പറയും, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാമെന്ന് അനിരുദ്ധിന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എനിക്ക് ശരി ഞാൻ പോവാം, പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കുട്ടീനെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മുൻഷിയോട് ക്ഷമിക്കില്ല എന്ന് അവനിങ്ങനെ പറയുമ്പോൾ ആ മുൻഷി പറയും, ശരി ഞാൻ രക്ഷിച്ചോളാം, ഇപ്പോൾ തൽക്കാലം അനിരുദ്ധ് പോകുമെന്ന് പറയും. പിന്നെ സമ്പൂർണ്ണ ബോഞ്ചിതേനെ വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ബോഞ്ചിതേനെ അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ആ സ്ത്രീയില്ലേ നേരത്തെ അവൾ അപശകുന എന്നൊക്കെ പറഞ്ഞത്, ആ സ്ത്രീ പറയാണ്, അവിടെ നിർത്ത്, ഇവളെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, ഇവളിനെ ഈ ഭർത്താവിൻ്റെ ഒപ്പം സതിയിൽ എറിയണം, നടക്കേണ്ടത് അതാണ് ഇവിടുത്തെ രീതിന്ന് ആ പെണ്ണിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം മാമ പറയാണ്, അവളിനെ ഒരിക്കലും സതിയിലിടരുത്, അവളിനെ ഈ വിധവകളുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി അനുവദിക്കുമെന്ന് അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അവളെന്താ വലിയ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട പെണ്ണാണോ, അല്ലെങ്കിൽ അവളെന്താ ഗർഭിണിയാണോ എന്നൊക്കെ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മാമാക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് അവളിനെ സതിയിലിടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയാണ്. ഞാനിരുന്ന് തിരിച്ചു പോണതാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടും അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് അവനിങ്ങനെ തോന്നി തുടങ്ങുകയാണ്. ആ കുട്ടീനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നത് തെറ്റായി പോയോ എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ വൃദ്ധനായ ആളുടെ ശവസംസ്കാരത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ ബോന്തിത്തേനെ ഒരു ദേവിയാക്കിയിട്ട് ഇങ്ങനെ അവിടുത്തെ പൂജകളും ചടങ്ങുകളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണ് പറയാണ്, ഇവള് ഇനി ദേവിയാവാൻ പോവാണ്, ചിതയിലേക്ക് എറിയാൻ പോവാണെന്നൊക്കെ. അപ്പം മുൻഷി അപ്പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അനിരുദ്ധ് പറഞ്ഞത് ആ കുട്ടീനെ രക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അത്. മുൻഷി ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇതിനുള്ള ധൈര്യമൊന്നുമില്ല, ഈ രീതികളും ഇതൊന്നും മാറ്റാനുള്ള ഒരു ധൈര്യം എനിക്കില്ല, എന്നോട് ക്ഷമിക്കുക അനിരുദ്ധ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പൂജകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോന്തിത്തേടെ ഓടി വന്നിട്ട് ബോന്തിത്തേനെ പിടിച്ച് വലിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, എൻ്റെ മോളിനെ ഒരിക്കലും ചിതയിലിടരുത്, ജീവിക്കാൻ അനുവദിക്കുക അവളിനെ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ പറയാണ്, ഈ രീതികളൊക്കെ തെറ്റിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോന്തിയുടെ അമ്മ പറയുന്നുണ്ട്, ഈ ചിരിച്ച് കളിച്ച് നടക്കണ ഈ കുട്ടീനെ ദേവിയായിട്ട് കാണുന്നത് ശരിയാണോ, ഇവളിനെ ചിതയിലിടുന്നത് ശരിയാണോ, അതിൻ്റെയും മതത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോളിനെ ഇങ്ങനെ ചിതയിലെറിയല്ലേ എന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് ബോന്തിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അമ്മേനെ ഒരു ഭാഗത്ത് കെട്ടിയിടുകയാണ്. അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അവനിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ വീട്ടിൽ പോയാൽ വീട്ടിലിരുന്നാലും എനിക്ക് സമാധാനം കിട്ടില്ല, എനിക്ക് ആ കുട്ടിയുടെ ചിന്ത തന്നെ വരുമെന്ന് അവനിങ്ങനെ ചിന്തിച്ചിട്ട് ആ ഡ്രൈവറോട് പറയാണ്.
തിരിച്ച് ആ കല്യാണത്തിൻ്റെ അവിടേക്ക് പോകാൻ പറയും. അപ്പോൾ ആ ഡ്രൈവർ പറയാണ് മുൻഷിനോട് പറഞ്ഞിട്ടുണ്ട് അനിരുദ്ധിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ തിരിച്ച് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് തിരിച്ച് വിട് വണ്ടി എന്ന് പറയും. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവന് ആ വലി കൂടിയിട്ട് ആ വണ്ടി ചെന്നിട്ട് ഒരു മരത്തുമ്മ ഇടിക്കുകയാണ്. ആ സ്ത്രീ അന്തിമ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ബോന്തടം അങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളിനെ എന്നിൽ നിന്ന് അകറ്റി നിങ്ങൾക്ക് പാപം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. മാമ മുൻഷിയോട് പറയാണ് സമ്പൂർണ്ണനെ ഇനി ഇവിടെ നിർത്തണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഇവിടെ ഇനി അന്തിമ സംസ്കാരമൊക്കെ നടത്താൻ പോവല്ല, സദ്യയൊക്കെ നടത്താൻ പോവല്ല, അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളം പറയാണ്. അന്തിമ സംസ്കാരത്തിന് ശവം ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു പല്ലക്കിൽ ബോന്തിത്താന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇങ്ങനെ ആരെങ്കിലും എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്ത് ഇരിക്കണ മഴു കൈ കൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് ആ കയറില്ലേ കൈമ കിട്ടിയത് അതിങ്ങനെ മുറിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് മുറിച്ചിട്ട് ഓടുമ്പോഴാണ് അവിടേക്ക് അനിരുദ്ധ ഓടി എത്തുന്നത്. അപ്പോൾ അമ്മ അനിരുദ്ധിൻ്റെ കാലിൽ വീണിട്ട് പറയാണ് ഒന്ന് രക്ഷിക്കുക എൻ്റെ മോളെ, പോയിട്ട് അവളിനത് എല്ലാവരും കൂട്ടിയിട്ട് ജീവനോടെ തീയിലെറിയാൻ പോവാണ്, ഒന്ന് രക്ഷിക്കുന്നു അവനോട് പറയുമ്പോൾ അവനിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അവന് ആ ശവസംസ്കാരം നടക്കാനുള്ള സ്ഥലത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് പോണ വഴിക്ക് അവരെ തടയുന്നുണ്ട്. ഇത് ഞാൻ നടക്കാൻ സമ്മതിക്കില്ല എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് നീ വീണ്ടും തിരിച്ചു വന്നാൽ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉള്ളവരോട് ആ നാട്ടുകാർ പറയുമ്പോൾ അവനും നന്നായിട്ട് അവരെ ആക്രമിക്കുന്നുണ്ട്, വടിയെടുത്ത് അടിക്കുന്നുണ്ട്. ബോന്തിതയുടെ അമ്മ അങ്ങനെ വരികയാണ്. എന്നിട്ട് അപ്പോൾ അനിരുദ്ധ് പറയാണ് അവളിനെ എടുക്കുക, അവളിനെ രക്ഷിക്കുക, ഞാൻ ഇവരെ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അടുത്തിരിക്കണ ഒരു വണ്ടിയിൽ ഇങ്ങനെ മണ്ണെണ്ണ ക്യാനില്ലേ അതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അത് അവൻ തട്ടിയിടും. നാട്ടുകാരോട് പറയാണ് ഈ കുട്ടീനെ നിങ്ങൾ ഇനി മേത്തൊരു ഒന്ന് തൊട്ടാൽ മതി, ഞാൻ ഈ നാട് തന്നെ കത്തിക്കും എന്ന് പറഞ്ഞിട്ട് അവനവിടെ തീയിടുകയാണ്. അങ്ങനെ അമ്മ ബോന്തിതേനെ മടി വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവരെ നേരിടാൻ വേണ്ടി നിൽക്കുന്നതോടുകൂടി ഈ എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമായിട്ട് അതൊക്കെ കാണുമ്പോൾ. ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.